بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പലപ്പോഴും അവഗണിക്കപ്പെട്ടുകൊണ്ട് പാരായണം ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കാതെ പല അബദ്ധങ്ങളും വന്നു ചേരും എന്നതൊരു സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. അക്ഷരങ്ങൾക്ക് ഹറക്കത്തുകൾ കൊടുക്കുക. അൽ ഹറക്കാത്തു സലാസ്, 3 ഹറക്കത്തുകൾ എന്ന് പറയുമ്പോൾ ഫത്ഹ, കസ്റ, ദമ്മ, അല്ലെങ്കിൽ ഫത്ഹ്, കസ്ർ, ദമ്മ് എന്ന് പറയുക. അകാരം, ഈകാരം, ഉകാരം എന്ന് മലയാളത്തിൽ അത് പറയുന്നു. ഈ ഹറക്കത്തുകൾ നൽകിക്കൊണ്ട് അക്ഷരത്തെ ഉച്ചരിക്കുവാൻ എടുക്കുന്ന സമയമാണ് ഒരു മാത്ര എന്ന് പറയുന്നത്. ഒരു മാത്ര, ഒരു ഹറക്കത്ത് ഉച്ചരിക്കുവാൻ എടുക്കുന്ന സമയം, അതിനാണ് ഒരു മാത്ര എന്ന് പറയുന്നത്. ഈ ഇത്രയും സമയം എടുത്തുകൊണ്ട് വ്യക്തമായി ഓരോ ഹറക്കത്തും ഉച്ചരിക്കേണ്ടതാണ്. ഫത്ഹ് അത് വ്യക്തമായി ഫത്ഹായി തന്നെയും, കസ്ർ കസ്റായും, ദമ്മ ദമ്മായും ഉച്ചരിക്കണം. ഇത് ഇവിടെ സംഭവിക്കാറുള്ള ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, يجب على القارئ أن يفتح فمه عند النطق بالحرف المفتوح كهيئته عند النطق بالألف. ഒരു അലിഫ് നൽകിക്കൊണ്ട് അകാര ദീർഘം, ഫത്ഹിനെ ദീർഘിപ്പിക്കുമ്പോൾ അലിഫാണല്ലോ കൊടുക്കുക. ഒരു അലിഫ് നൽകിയ ഒരക്ഷരത്തെ ഉച്ചരിക്കുവാൻ എങ്ങനെയാണോ വായ തുറക്കുന്നത്, ആ രൂപത്തിൽ വായ വ്യക്തമായി തുറന്നു വെച്ചുകൊണ്ട് വേണം ഫത്ഹ് ഉച്ചരിക്കുവാൻ. ബ എന്ന് പറയുമ്പോൾ വായ എങ്ങനെ നമ്മൾ തുറന്നു വെക്കുന്നു? ബ അല്ലേ? അങ്ങനെ തന്നെ ബ എന്ന് ഉച്ചരിക്കുമ്പോഴും വായ വ്യക്തമായി തുറന്നു വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫത്ഹ് എന്ന് വെച്ചാൽ അലിഫിന്റെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു മഫ്തൂഹായ ഫത്ഹ നൽകപ്പെട്ട ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായ എങ്ങനെയായിരിക്കും? അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത്. വ്യക്തമായി വായ തുറക്കണം എന്നതാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, കമാ യജിബു അലൈഹി, പാരായണക്കാരന്റെ മേൽ നിർബന്ധമാകുന്നത് പോലെ തന്നെ, എന്ത്? അൻ യദുമ്മ ശഫതൈഹി ഇൻദ അൻ-നുത്ഖി ബിൽ ഹർഫിൽ മദ്മൂമി. ദമ്മ നൽകപ്പെടുന്ന, ഉകാരം നൽകപ്പെടുന്ന ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ കൂട്ടുക, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, റൗണ്ട് ലിപ്പായിട്ട് വൃത്താകൃതിയിലുള്ള ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് ചേർത്ത് വെക്കുക. അതിനാണ് ദമ്മ് എന്ന് പറയുക. ദമ്മ യദുമ്മു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ചേർക്കുക എന്നാണ്. ഫതഹ യഫ്തഹു എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ മദ്മൂമായ ദമ്മ നൽകപ്പെടുന്ന ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ ചുണ്ട് എങ്ങനെയായിരിക്കണം? അതാണ് ഇവിടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. കഹൈഅതിഹിമാ ഇൻദ അൻ-നുത്ഖി ബിൽ വാവ്, വാവ് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ ചുണ്ട് വെക്കേണ്ടത് അതേപോലെ. ഉവ ഉവ
എന്ന് അല്ലെങ്കിൽ ഊ എന്ന് വാവ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് എങ്ങനെയുണ്ടാകും? അതേപോലെ ദം ഉച്ചരിക്കുമ്പോഴും വേണം. ബു അല്ലേ? നമ്മളെ ഉദാഹരണത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അടുത്തതായി മൂന്നാമത്തേത് വയജിബു അലൈഹി, ഖാരിഇന്റെ മേൽ നിർബന്ധമാണ്, അൻ യഖ്ഫിദ ഫക്കഹു സുഫ്ലിയ്യി ഔ സുഫ്ലിയ്യി വയർഫഅ വസത ലിസാനിഹി ഇൻദ النطق بالحرف المكسور كهيئته عند النطق بالياء. യാ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ വായും നാവും വെക്കേണ്ടത് അതേപോലെ പാരായണക്കാരൻ തൻ്റെ താടിയെല്ലിനെ ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊണ്ട് നാവിൻ്റെ മധ്യഭാഗം ഉയർത്തിക്കൊണ്ട് കസ്ർ ഉച്ചരിക്കേണ്ടതാണ്, ഇകാരം ഉച്ചരിക്കേണ്ടതാണ്. ബി ബി അല്ലെങ്കിൽ തി, ഏതൊരു അക്ഷരത്തിനും കസ്ർ നൽകി ഉച്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് യാ ഉച്ചരിക്കുന്നത് പോലെ യ അല്ലെങ്കിൽ ഐ എന്നൊക്കെ നമ്മൾ ഒരു യാഇനെ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ കസ്ർ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. താടിയിൽ ഇങ്ങനെ താഴ്ത്തി നാവിൻ്റെ പിൻവശം അല്ലെങ്കിൽ മധ്യഭാഗം ഉയർത്തിക്കൊണ്ടാണ് കസ്ർ ഇകാരം ഉച്ചരിക്കേണ്ടത് എന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? തീർച്ചയായും അറിയാവുന്ന. അപ്പോൾ പ്രത്യേകിച്ചൊരു പരിശീലനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ശ്രദ്ധ കുറവ് കൊണ്ട്, അശ്രദ്ധ മൂലം പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ സൂറത്ത് ഫാത്തിറിലെ 11ഉം 12ഉം നമ്മൾ പലരും ഓതി, പലരുടെ ഓത്തിലും അവ്യക്തത വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ പരിശീലിക്കുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ സുക്കൂൻ നൽകി ഉച്ചരിക്കുന്ന അക്ഷരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഫയഖ്റുജു മിൻ മഖ്റജിഹിൽ അസ്ലി ദൂന അൻ യുസാഹിബഹു ശൈഉൻ മിമ്മാ സബഖ. മേൽപ്പറഞ്ഞ ഈ മൂന്ന് അവസ്ഥകളിലും നമ്മൾ മനസ്സിലാക്കിയ ഫത്ഹ, കസ്റ, ദമ്മ അല്ലെങ്കിൽ ഫത്ഹ, കസ്റ, ദമ്മ ഇത് ഉച്ചരിക്കുമ്പോഴുള്ള അവസ്ഥകൾ ഇല്ലാതെ സുക്കൂൻ ഓരോ അക്ഷരത്തിൻ്റെയും കൃത്യമായ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഫ സുക്കൂൻ നൽകപ്പെട്ട ഒരു ഫ ഉച്ചരിക്കുന്ന ചിത്രമാണ് അവിടെ. അഫ് അഫ് എന്ന് ഏത് മഖ്റജിൽ നിന്നാണോ അക്ഷരം ഉത്ഭവിക്കുന്നത് അവിടെ കൃത്യമായി ആ ശബ്ദം ചെന്ന് അവസാനിക്കുകയാണ്. അഫ് അഫ് എന്ന ഫാഇന്റെ ഉച്ചാരണം. അതുപോലെ ഏതക്ഷരവും. അപ്പൊ അത് സുക്കൂൻ അങ്ങനെ തന്നെ ആയിരിക്കണം. സുക്കൂനിന് ഹറക്കത്ത് പോലെയുള്ള ഒരു ശബ്ദ ചലനം ഉണ്ടാവുകയില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സുക്കൂൻ ഉച്ചരിക്കണമെങ്കിൽ ഒരു ഹറക്കത്തിന്റെ സഹായം നിർബന്ധമാണ്. ഹറക്കത്ത് മുന്നിലുണ്ടായിരിക്കണം. സുക്കൂൻ കൊണ്ട് തുടങ്ങുന്ന ഒരു പദം അറബി ഭാഷയിൽ ഉണ്ടാവുകയില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദമ്മതു വാഉൻ ഖസീറ വൽ ഫത്ഹതു അലിഫുൻ ഖസീറ വൽ കസ്റതു യാഉൻ ഖസീറ. ദമ്മ എന്ന് പറയുന്നത് ചെറിയ ഒരു വാവാണ്. ഫത്ഹ ചെറിയ ഒരു അലിഫും കസ്റ ചെറിയ ഒരു യാവുമാണ്. لذا فإن صوت الحركات مطابق لصوت أصولهما من حروف المد إلا أنه أقصر زمنا. ഇക്കാരണത്താൽ തന്നെ ഹറക്കത്തുകൾ അവയുടെ ഉസൂലിനോട് അടിസ്ഥാനത്തോട് പൂർണ്ണമായും അനുയോജ്യമാവേണ്ടതാണ്. ദീർഘാക്ഷരങ്ങളിൽപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തോട്. എന്നാൽ ദീർഘാക്ഷരത്തിൻ്റെ അത്ര സമയം ഈ ഹറക്കത്തുകൾ ഉച്ചരിക്കുമ്പോൾ എടുക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം. ഫഇൻദ നുത്ഖി ഹർഫിൻ മുതഹർരികിൻ, ഒരു ഹറക്കത്ത് നൽകപ്പെട്ട ഒരു അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നഖൂമു ബിഅമലൈനി, രണ്ട് അമലുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
നാം നിർവഹിക്കുന്നത്. എന്തൊക്കെയാ? നുഖ്രിജുൽ ഹർഫ മിൻ മഖ്റജിഹിൽ അസ്ലിയ്യി, ഒരക്ഷരത്തെ അതിൻ്റെ കൃത്യമായ ശരിയായ മഖ്റജിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. മിൻ ഗൈരി തത്വീലിൻ സായിദിൻ ലിസമനിഹി, ദീർഘാക്ഷരം നൽകി ദീർഘിപ്പിക്കുന്ന അവസ്ഥയല്ലാതെ അത്ര ദീർഘമില്ലാത്ത വിധത്തിൽ അതിനെ ഉച്ചരിക്കുന്നു. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മാത്രയാണ് കൊടുക്കേണ്ടത്, ഒരു മാത്ര സമയം എടുത്തുകൊണ്ട് മാത്രം ഹറക്കത്തിനെ ഉച്ചരിക്കണം, അതാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തേത് വയത്ബഉ ദാലിക മുബാശറതൻ മഖ്റജു അസ്ലിൽ ഹറക, ഹറക്കത്തിന്റെ അസ്ലിയായ യഥാർത്ഥ ഹറക്കത്തിന്റെ മഖ്റജ് ഉടനെ തന്നെ അതിനെ പിൻപറ്റുന്നതാണ് എന്നതാണ്. അപ്പോൾ ശരിയായ വിധത്തിൽ ഹറക്കത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർഫുൽ മദ് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ അതേ രൂപത്തിൽ ഹറക്കത്തുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണെന്നർത്ഥം. ഇവിടെ ഹറക്കത്തുകൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി ഫത്ഹ ഉച്ചരിക്കുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ, ഖൽതു സൗതിഹ ബിശൈഇൻ മിൻ സൗതിൽ കസ്റ, കസ്റത്തിന്റെ ഇകാരത്തിന്റെ ശകലം ഫത്ഹ ഉച്ചരിക്കുന്നതിലേക്ക് ചേർക്കുക, കൂട്ടിച്ചേർക്കുക, മിക്സാക്കുക. ഏതുപോലെ വനമരിഖു വന എന്ന് വാ എന്ന് നമ്മൾ ഫത്ഹ കൊടുക്കുമ്പോൾ എങ്ങനെ വായ തുറക്കണം? വന എന്ന് പറയുന്നത് പോലെ തന്നെ വായ തുറന്നുകൊണ്ട് വനമരിഖു വനമരിഖു എന്ന് തന്നെ ഓതണം. അവിടെ എന്ത് ചെയ്യും? എന്ന് അവ്യക്തമാക്കിക്കൊണ്ട് ഫത്ഹ് അതിലെ ഒരു കസ്ർ ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കസ്റ ആണോ ഉച്ചരിച്ചു പോയത് എന്ന് സംശയിച്ചു പോകുന്ന രൂപത്തിൽ ഓതുക. എന്ന് വി 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 എന്നൊക്കെ കസ്ർ പോലെ ഉച്ചരിക്കുക. വ ന എന്ന് വ്യക്തമാക്കി ഫത്ഹ് തന്നെ ഉച്ചരിക്കണം. രണ്ടാമത്തേത് ഖൽതു സൗതിഹ ബിശൈഇൻ മിൻ സൗതി ളമ്മ, ളമ്മ പോലെ ഉച്ചരിക്കുക. ളമ്മ അല്പം കൂട്ടി ചേർത്തുകൊണ്ട് ഫത്ഹ് പറയാം. ഖതമ എന്ന് പറയുന്നത് ഖുതമ 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 എന്നൊക്കെ പറയാം. എന്താണ് പറഞ്ഞത് എന്ന് വ്യക്തമാവില്ല. ളമ്മാണോ ഖോദ് ഖോദ് എന്നൊക്കെ പറയാം. ഖോദ് അല്ല ഖാദ് ഖാദ് എന്ന് വ്യക്തമായി തന്നെ ഫത്ഹ് ഉച്ചരിക്കേണ്ടതാണ്. മൂന്നാമതായി സുക്കൂന് പോലെ ഉച്ചരിക്കുക, അല്പം സുക്കൂന് ചേർത്തുകൊണ്ട്. وذلك بعد فتح الفم بالمقدار المطلوب وذلك بعدم فتح الفم بالمقدار المطلوب عند النطق بها. ഫത്ഹ് ഉച്ചരിക്കുവാൻ ആവശ്യമായ പൂർണ്ണമായ രൂപത്തിൽ വായ തുറന്ന് വെക്കാത്തത് കൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നു. ഉഊദു ഉഊദു എന്നൊക്കെ പറയാം. ഇത് ഒരു സുക്കൂന് പോലെ കതബ് കതബ് എന്ന് കതബ് എന്ന് പറയും. കതബ 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 എന്ന് വ്യക്തമായി ഫത്ഹ് വായ തുറന്ന് വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അതുപോലെ അല്പം ഫത്ഹ് ചേർത്തുകൊണ്ട് ദമ്മ് ഉച്ചരിക്കുക. ദമ്മ് ഉച്ചരിക്കുമ്പോഴുള്ള അബദ്ധമാണ് ഇന്നകും കു കു എന്ന് വ്യക്തമായി ചുണ്ട് പൂട്ടി വെച്ചുകൊണ്ട് ഉച്ചരിക്കണം, റൗണ്ടാക്കി വെച്ചുകൊണ്ട് പറയണം എന്ന് പറഞ്ഞല്ലോ. ഇന്നകും അവിടെ ഇന്നകം കം എന്ന് ഫത്ഹ് ചേർത്തുകൊണ്ട് ഫത്ഹ് പോലെ ഉച്ചരിക്കുക, ഫത്ഹിന്റെ ശബ്ദം ചേർത്ത് ഉച്ചരിക്കുക. അതുപോലെ കസ്റയുടെ ഇകാരം അല്പം ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. എവിടെയൊക്കെയാണത്? ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും, അല്ലേ? വഅസ്വാജുകും വഅശീറതുകും. അവിടെ ആബാഇകും വഅബ്നാഉകും ഇക്കും എന്നല്ല ഉക്കും എന്നല്ല, ഒരു കസ്റ് ചേർത്തുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമാവില്ല. കസ്റ ആണോ? വഇഖ്വാനികും കിം വഇഖ്വാനികും വഇഖ്വാനുകും എന്ന് ചുരുക്കി പറഞ്ഞാൽ വായ എങ്ങനെയാണോ വെക്കേണ്ടത് ദമ്മ് ഉച്ചരിക്കുമ്പോൾ ആ രൂപത്തിൽ വ്യക്തമാക്കി ചുണ്ടുകൾ വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ദമ്മ് ഉച്ചരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വഅശീറതുകും
വഅശീറതികും തികും എന്ന് വ്യക്തമാക്കാതെ ദമ്മ ശരിയായ വിധത്തിൽ ഉച്ചരിക്കാതെ ഒരു കസ്റ് പോലെ ചേർത്ത് അല്ലെങ്കിൽ ഒരു കസ്റിനോട് സാമ്യമായ ശബ്ദം നൽകുക. മൂന്നാമതായി സുക്കൂന്റെ ശബ്ദം അതിലേക്ക് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. ചോദ്യം അവസാനം ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്, നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചതിന് ശേഷം. നഅ്ബുദ് നഅ്ബുദ് എന്ന് പറയും. നഅ്ബുദു നഅ്ബുദു ഫാത്തിഹ ഓതുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു നഅ്ബുദു നഅ്ബുദ് നഅ്ബുദു വ ഇയ്യാക എന്ന് സുക്കൂന് പോലെ ഉച്ചരിക്കുക എന്നത് തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ കസ്റ ഉച്ചരിക്കുമ്പോഴും ഫത്ഹ പോലെ പറയുക. ബിഹി ബിഹി എന്ന് പറയുന്നത് ബെഹ് ബെഹ് എന്ന് പറയുക. അൽ മഗ്രിബി അൽ മഗ്റബ് എന്ന് വ്യക്തമാക്കാതെ കസ്റനെ ഉച്ചരിക്കുക. അതുപോലെ അതിലേക്ക് സുക്കൂന് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. ഖൽതു സൗതിഹ ബിസ്സുക്കൂൻ വദാലിക ബിസബബി ആദമി റഫ്ഇ വസത്തിൽ ലിസാൻ, നാവിൻ്റെ മദ്യം ഉയരാത്ത കാരണത്താൽ. വആദമി ഖഫ്ദിൽ ഫക്കി സുഫ്ലി, താടിയിൽ താഴ്ത്തി വെക്കാതെ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന അബദ്ധമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ സുക്കൂന് ചേർത്തുകൊണ്ട് സുക്കൂന് പോലെ ഉച്ചരിക്കുക എന്നാണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നൊക്കെ പറയാ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സിറാത്ത അസ്സുറാത്ത എന്ന് പറയും. സുറാത്ത സുറാത്ത ഒക്കെ പലരും പറയാറ്, സുറാത്ത അല്ല അസ്സിറാത്ത എന്ന് വ്യക്തമായി കസ്റ് ഉച്ചരിക്കുക തന്നെ വേണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.